ഇതാണ് മാർക്കോ. ആക്ഷൻ സീനൊക്കെ നൈസായിരുന്നു. ഫുള്ള് വയലൻസ് ആണ്, ഫുള്ള് ഗോറാണ്. നല്ല പടം. ഇത്രത്തോളം എക്സ്പെക്ട് ചെയ്തില്ല. ഇത്രത്തോളം ബോളിവുഡിൽ ഇങ്ങനെ കണ്ടിട്ട് ഇന്ത്യൻ സിനിമയിൽ ഇത്രയും കണ്ടിട്ടില്ല ഞാൻ. ഇല്ല. പെർഫോമൻസ് എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ ജഗദീഷ് ഇച്ചിരി സീനുകൾ തോന്നി. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ മാർക്കോടെ സ്വാഗ് ഭയങ്കര സീനായിരുന്നു. ഭയങ്കര കരിസ്മയായിരുന്നു. ഭയങ്കര ഓറായിരുന്നു. കുറച്ച് ഫുൾ വയലൻസ്. അതെ, അത് കാണാനാണ് വന്നത്. പ്രതീക്ഷിക്കാത്ത വയലൻസ്. എല്ലാരും പാവം, വളരെ പാവം. കാണാൻ കണ്ടു. പക്ഷെ കുറച്ച് നല്ല വയലൻസ് ഉണ്ട്. കുറച്ച് കാണാൻ അല്ല, ഫാമിലിയായിട്ട് വന്നാച്ചിലൊക്കെ എല്ലാവരും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം. ആണ് ആദ്യമായിട്ട് കുറച്ചൊക്കെ കണ്ടെടുക്കാൻ നല്ലതായിട്ട് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യൂല. കുറച്ച് ഇതൊക്കെ സെൻസിറ്റീവ് അല്ലാത്ത ആൾക്കാർക്ക് ഓക്കെയാണ്. അല്ലാത്തവർ ചിലപ്പോൾ ഛർദിക്കൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്താ പറയണേ, വയലൻസേ ഉള്ളൂ. കുഴപ്പമില്ല, ആക്ഷനാണ്. മാസാണ്. കൊള്ളാം. എല്ലാവരും ഫാമിലി ആയിട്ട് ഒന്ന് കാണണം. ഭയങ്കര വയലൻസ് ആണ്. സെക്കൻഡ് ഹാഫ് ഭയങ്കര വയലൻസ് ആണ്. കൊള്ളാം, നല്ല രസമാണ്. എല്ലാരും കൊള്ളാം. നല്ല സിനിമയാണ്. ഇല്ല, ഫുള്ള് സെറ്റായിരുന്നു. എല്ലാവരും കിട്ടില്ലായിരുന്നു. ഉണ്ണിമുന്തൻ ആണ് പൊളി. പറഞ്ഞില്ല അതൊക്കെ തന്നെ. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് വയലൻസ് നന്നായിട്ട് ഉള്ളത്. ഫസ്റ്റ് ഹാഫ് ഓക്കെ നോർമൽ ഇങ്ങനെ ഫാമിലി കഥയൊക്കെ പറഞ്ഞു. സെക്കൻഡ് ഹാഫും ഫാമിലി ഓഡിയൻസ് ഒക്കെ അല്ല. അതെ, ഇഷ്ടപ്പെട്ടു. നല്ല പക്ഷേ ഗോട്ടിനെ കാട്ടി വയലൻസ് ഉണ്ട്. സൂപ്പർ വയലൻസ് തന്നെയാണ്. പീക്ക് ലെവലിലാണ്. അടിപൊളിയാണ്. ജഗദീഷൊക്കെ സൂപ്പർ. സ്വാഗ് ഉണ്ണിമുഖത്തിലേക്ക് കുറെ നാളിന് ശേഷമാണ് ഇങ്ങനൊരു വൻ ഫാക്ഷൻ. അതായത് പുള്ളിക്കാരൻ്റെ ഡയലോഗ് ഡെലിവറിയാണ്. നമ്മുടെ ഡയലോഗ് മോഡുലേഷൻ ആയാൽ പോലും ഭയങ്കര ഒരു രക്ഷയില്ല, കിടിലമായിരുന്നു. വില്ലനിലേക്ക് പുള്ളിക്കാരൻ ഒരു ഓക്കേഷാണ്. ടിപ്പിക്കൽ വില്ലൻ തന്നെ, വേറെ ഒന്നുമില്ല. റിവെഞ്ച് സംഭവങ്ങൾ തന്നെ, വേറെ ഒന്നുമില്ല. ഒരു നല്ല ഫീലുണ്ട്. കൊറോണ ശേഷം ഉണ്ണിമുഖത്തിൻ്റെ ഒരു ക്ലാസ് കിടിലം വയലൻസ് ആക്ഷൻ പടം കാണാൻ പറ്റും. വളരെ ഫാമിലി ഫ്രണ്ട്ലി മൂവി. ഫാമിലി ആയിട്ടൊക്കെ പോയി പിള്ളേരായിട്ടൊക്കെ പോയി കാണാൻ പൊളി പടം, ഒന്നും പറയാനില്ല. ഇല്ല, 3 പേരും കിടിലായിട്ട്. ഉണ്ണിമുന്തനും സിദ്ദിഖും ജഗദീഷും 3 പേരും കിടിലായിട്ട് അഭിനയിച്ചു. അവൻ കൊള്ളാം. എല്ലാം വയലൻസ് ആയിരുന്നാലും എല്ലാം ഇല്ല, കിടിലായിട്ട് എല്ലാം മേക്കിങ്ങും എല്ലാം പൊളി. അടിപൊളി സിനിമ, സൂപ്പർ. ഞാൻ ഇല്ല ഇതൊരു കണ്ടില്ല. കില്ലിലൊക്കെ അത്യാവശ്യം വയലൻസ് ഉണ്ട്, പക്ഷേ ഇത് കുറച്ചുകൂടെ വേറെ ലെവൽ വയലൻസ്. അടിപൊളി. നല്ല സ്വാഗ്, ജഗദീഷ്, അതെ വേറെ ലെവലാണ്. നമ്മളിതുവരെ കാണാത്തൊരു പുതിയതാണ്. സൂപ്പർ. സ്വാഗും എല്ലാം അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഒരു 3/4 ഭാഗം എത്തുമ്പോൾ വരെ ഉള്ളൂ. അതിനുശേഷം ലാസ്റ്റത്തൊക്കെ കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റും. ഇല്ല, വന്നതിന് ശേഷമാണ് കൊടൂര വയലൻസ്. മെയിൻ ഇല്ല, വന്നതിന് ശേഷം പെർഫോമൻസ് ഉണ്ണിമുഖത്തിൻ്റെത് കൊള്ളാൻ നൈസായിട്ടുണ്ട്. പിന്നെ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മാസമായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളായിരുന്നു. അയാൾ ലാസ്റ്റ് വരെ ഉണ്ട്. നല്ല പടം. നല്ല പടം. ആർക്ക് അവസാനം വരെ കണ്ടു. ഫുള്ള് വയലൻസ്, ബ്ലഡ്. ഉണ്ണിമുന്തം കിടിലോ. പല മാസത്തിലൊക്കെ വെച്ച്
തെറ്റാണ്. വില്ലൻ എങ്ങനെയുണ്ട് ലാസ്റ്റ്? വില്ല പടക്ക് വേറെ മൂട്. വലിയ ആവറേജ് പടം. അത്രേ ഉള്ളൂ. എല്ലാരും വയലൻസ് ഒക്കെ ഉണ്ട്, പറഞ്ഞു കയറ്റി വെച്ചിരിക്കണം എന്നുള്ളൂ, അത്രേ ഉള്ളൂ. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? കുഴപ്പമൊന്നുമില്ല. ജഗദീഷിന്റെ ഇഷ്ടപ്പെട്ടു. ആ ലാസ്റ്റ് ഒന്നും വില്ലൻ എങ്ങനെയുണ്ട്? ലാസ്റ്റ് ഇൻട്രോഡക്ഷൻ കൊടുത്ത് കുറച്ച് നേരം കൊന്നു കളഞ്ഞു, അത്രേ ഉള്ളൂ. കുറച്ച് നേരം കൂടെ വെച്ച് ചെയ്യാനുള്ളായിരുന്നു അല്ലേ? ആ എങ്ങനെയുണ്ടായിരുന്നു? മാർക്ക് വേണം. ഞെട്ടിയായിരുന്നോ? എങ്ങനെയുണ്ട് മാർക്കോ? മാസ് പടം ഫാമിലി ആയിട്ട് കാണണം, പിന്നെ ദിവസം ഫാമിലി കാണൂല. എല്ലാരും ഏത് പടം അത്? സിദ്ദിഖൊക്കെ എങ്ങനെയുണ്ട്? ജഗദീഷ് ഓ മാസം കേട്ടോ, ഒരു രക്ഷയില്ല, വന്ന് കാണണം. ലാസ്റ്റ് ഒന്നും ഇല്ലടാ അവസാനം വന്നു. ഓ ഒരു രക്ഷയില്ല. പിന്നെ സിദ്ദിഖിന്റെ ഒരു സീനുണ്ട്, തലയൊക്കെ ഉരുണ്ട് പോടാ, അത് സിദ്ദിഖ് കൊള്ളാം, കുഴപ്പമില്ല. വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പീക്കാണ്. ഇതിനപ്പുറം ഒരു വയലൻസ് കൂടെ വരേണ്ടിയിരിക്കുന്നു അതോ? ഇല്ല, പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരും? പെർഫോമൻസ് ഒക്കെ ഹൈ ഉണ്ട്, ജഗദീഷ് ഉണ്ട്, ഉണ്ണിയത് എങ്ങനെയുണ്ട്? ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. വില്ലൻ എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് വന്ന്? വില്ലനും കൊള്ളായിരുന്നു. എങ്ങനെയാ ഒന്നും പറയാൻ പറ്റാതിരിക്കുകയാണ്. ആ ഒരു ഷോക്കിൽ തന്നെയാണോ അതോ? ഇല്ല, കുഴപ്പമില്ല. അടിപൊളിയാണ്. മലയാളത്തിൽ നമ്മൾ കണ്ടതിലൊക്കെ ഒരു സ്പെഷ്യൽ സിനിമയാണ്, നല്ലൊരു സിനിമയാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള മൂവിയാണ്. പാൻ ഇന്ത്യ സിനിമയാണ് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ നല്ല ആളുകൾ പല അഭിപ്രായം പറയും, പക്ഷേ പടം സൂപ്പറാണ്. ഉണ്ണിമൂന്ന് നെരിപ്പാണ്. നെഞ്ചിന് ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് കുറച്ച് വയലൻസ് എന്ന് വെച്ചാൽ പൂളി വയലൻസ് ആണ്. നമ്മൾ ഒരു തമിഴ് സിനിമ ഒന്നും അല്ലാത്ത രീതിയിൽ ചെയ്തിരിക്കുകയാണ്. അടിപൊളി ബ്രോ, ഇത്ര ഒന്നും വിചാരിച്ചില്ല ബ്രോ. എന്റെ കിളിയൊക്കെ പോയി സെക്കൻഡ് ഹാഫ് ഒന്നും ഓർമ്മയില്ല എനിക്ക്. ലാസ്റ്റ് വില്ലൻ എങ്ങനെ വന്നതിന് ശേഷം? വില്ലനാ എന്റെ പൊന്നോ, ചോര മാത്രം, ചോരയും കറുപ്പും, വേറെ ഒന്നും ഓർമ്മയില്ല. പറയാനൊന്നുമില്ല. കിണ്ണം പടം വേറെ ഇഷ്ടപ്പെട്ട എന്താണ്? സൂപ്പർ. എന്റെ മുകുന്ദൻ തൂക്കി. ക്രിസ്മസ് തൂക്കി ക്രിസ്മസ് തൂക്കി അത്രേ ഉള്ളൂ. കിടിലൻ പടം, കണ്ടിരിക്കാൻ പറ്റില്ല, പക്ഷെ കിടിലൻ സാധനം. അടിപൊളി പടം. എന്റെ ഉണ്ണിമൂന്ന് താർത്തായിരിക്കും. നല്ല പടം. എന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ സിനിമയില്? കുഴപ്പമില്ല. ഫസ്റ്റ് ഒരു വയലൻസ് മൂവില്ലേ, എന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്? ഉണ്ണിയാണോ വില്ലനാണോ ഇഷ്ടപ്പെട്ടത്? ഉണ്ണി ബ്രോ മാർക്ക് എങ്ങനെയുണ്ട്? വിഷയം ഒരു രക്ഷയില്ല. എന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്? പിന്നെ വയലൻസിന്റെ അങ്ങ് ഏറ്റവും നല്ല സിനിമ. എന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു പടത്തില്? എന്തോ വയലൻസ് scene? വയലൻസ് ഇഷ്ടപ്പെട്ടു. ഉണ്ണി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? കുഴപ്പമില്ല, കൊള്ളാം. എങ്ങനെയുണ്ട് വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? വയലൻസ് കൂടുതലാണ്, പ്രതീക്ഷേനപ്പുറമാണ്. ഭയങ്കര വയലൻസ് ആണ്. അതെ. എങ്ങനെയുണ്ട് ഉണ്ണിയും ജഗദീഷ് ഏട്ടൻ സിദ്ദിഖ് ഒരുപാട് പേര് കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, നല്ല സിനിമ. മലയാളത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇത്രയും വയലൻസ്? അതെ. ഭയങ്കര വയലൻസ് ആണ്, ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതെ കിളിപോയി കണ്ടപ്പോ. അതെ. ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം. അത്യാവശ്യം നല്ല രീതിയിൽ വയലൻസ് ഉണ്ട്. എന്തോ വയലൻസ് കൊണ്ട് വയലൻസ് നല്ലോണം ഉണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് കാണാൻ വന്ന കുറച്ച് ടാസ്ക് ആയിരിക്കും, പക്ഷെ പടം കൊള്ളാം. കണ്ണൊക്കെ എടുക്കേണ്ടി വന്നു എവിടെയെങ്കിലും? അങ്ങനെ എനിക്ക് വന്നില്ല, പേഴ്സണലി വന്നില്ല, പക്ഷെ നല്ല വയലൻസ് ഉണ്ട്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരും? ഉണ്ണിമോൻ തന്നെ കൊള്ളാം, എല്ലാവരുടെയും കൊള്ളാം, നല്ല രസമാണ്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല, അതിൽ വയലൻസും അത് മാക്സിമം ഇന്ത്യൻ സിനിമയിൽ കാണിക്കാൻ പറ്റുന്നതിന് മാക്സിമം. മലയാളത്തിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ? അതെ, ഓഫ് കോഴ്സ്. ഓ വെരി ഗുഡ്. എങ്ങനെയാണ് നമ്മള് ജഗദീഷ് സിദ്ദിഖ് ഓ എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും എങ്ങനെയുണ്ട് ട്രെയിനിൽ കണ്ടപ്പോൾ? ഗംഭീരമായിട്ടുണ്ട്. കൊള്ളാം. ഉണ്ണിമൂന്നിനെ കണ്ടപ്പോൾ എന്ത് തോന്നി? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. വയലൻസ് കാര്യമൊക്കെ എങ്ങനെയുണ്ട്? ഫൈറ്റ് വയലൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. 7 മിനിറ്റ് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 7 മിനിറ്റ് എങ്ങനെയായിരിക്കും എന്ന് പറയാം. പിന്നെ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ജഗദീഷും സിദ്ദിഖൊക്കെ എങ്ങനെയാണ്? ജഗദീഷിനൊക്കെ നല്ല ക്യാരക്ടർ. മമ്മൂട്ടിയുടെ അതേ പ്രായമുള്ളൊരു മനുഷ്യനാണ്, പക്ഷേ ആരും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, അതുവരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉണ്ണിമൂന്നിനെ കണ്ടപ്പോൾ എന്ത് തോന്നി? ഉണ്ണിമൂന്നിൽ ആദ്യം അതിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ണിമൂന്ന് പറയണുണ്ട്, ഇത്രയും ദിവസം ചെന്നായ പോലെ ചവിട്ടി ഇട്ടിരിക്കുകയായിരുന്നു. അത് എല്ലാവർക്കും ഉള്ളൊരു മറുപടിയാണ്. അതെ. വില്ലൻ എങ്ങനെയുണ്ട്? ലാസ്റ്റ് വന്നിട്ട് തകർത്ത വില്ലൻ കൊള്ളാം, തകർത്ത് കൊള്ളാം. പാവ മനുഷ്യൻ. നന്നായിട്ടുണ്ടായിരുന്നു ബ്രോ. വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? വയലൻസ് ഓൾമോസ്റ്റ് ഒരു ഇന്ത്യൻ സ്റ്റൈൽ ജോൺ വിക്ക് എടുത്ത പോലെ ഉണ്ട്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? സിദ്ദിഖ്, ജഗദീഷ് അത് നന്നായിട്ടുണ്ടായിരുന്നു. ബട്ട് എങ്ങനെയുണ്ട് ഉണ്ണിമൂന്ന്? ഉണ്ണിമൂന്നിനാണ് ഹൈലൈറ്റ് ആക്ച്വലി. ഉണ്ണിമൂന്നിനാണ് റിബൽ സ്റ്റാർ ആയിട്ട് മാറും, ഒരു പ്രവാസിനെ പോലെയൊക്കെ. പ്രഭാസിനെ പോലെ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല ബ്രോ. അത് ബട്ട് മുപ്പര് എനിക്കൊരു ആ ജോൺ വിക്കിന്റെ ഒരു ഫീൽ കിട്ടി. അത് കിട്ടി, ഒരു ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു ഫാമിലി. മലയാളത്തിൽ ആദ്യമായിട്ടല്ലേ ഇത്രയും ഒരു വയലൻസ് ഒരു മൂവി? അപ്പൊ എങ്ങനെയുണ്ട് അത് കണ്ടപ്പോൾ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതില് ഞാൻ പറയാനൊന്നുമില്ലല്ലോ, അങ്ങനൊന്നുമില്ല. ഓക്കെയാണ് അപ്പൊ? കൊള്ളാം, നല്ല എന്താ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പടത്തില്? ആക്ഷൻ തന്നെ. വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എക്സ്ട്രാ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഉണ്ണിയുടെ പെർഫോമൻസ് നല്ല വില്ല എങ്ങനെയുണ്ട് ലാസ്റ്റ് വന്ന്? കൊള്ളാം, നല്ലത്. ബ്രോ മാർക്കാണോ? സൂപ്പർ പടം. എങ്ങനെയുണ്ട്? അടിപൊളി പടം. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും കാണേണ്ട പടം. വയലൻസ് എങ്ങനെ? പീക്കാണോ? പീക്ക് വയലൻസ് ആണ്. കുഴപ്പമില്ല. ഞെട്ടിച്ചോളൂ. എങ്ങനെയുണ്ട്? കാര്യമൊക്കെ എങ്ങനെയുണ്ട്?